ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് മലബാറിൽ പ്രചാരണം നേടിയ മേക്ക് 7 എന്ന വ്യായാമ കൂട്ടായ്മ വിവാദ കൂട്ടായ്മയായി മാറുകയാണ്. കോവിഡിന് ശേഷം കൂടുതൽ പ്രചാരം നേടിയ ഈ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് ആരോപണമുയർന്നതോടെ മേക്ക് 7 പറ്റിയുള്ള ചർച്ചകളും ആളിക്കത്തുന്നു. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ മേക്ക് 7 കേന്ദ്രീകരിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും NIAയും അന്വേഷണം ആരംഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇത് ഹൈജാക്ക് ചെയ്തെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതിയാണ് പരിശോധിക്കുന്നത്. മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 7 വ്യായാമമുറകൾ ചേരുന്നതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEC 7. 12 വർഷം മുൻപ് തുടങ്ങിയ ഈ വ്യായാമ രീതി ഇപ്പോൾ വടക്കൻ കേരളത്തിൽ വ്യാപകമാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 63 കേന്ദ്രങ്ങളുണ്ട്. വനിതകൾക്ക് മാത്രമായും യൂണിറ്റുകൾ. കൂടാതെ ദുബായ്, ബ്രൂണൈ തുടങ്ങിയ വിദേശ നാടുകളിലും പരിശീലന കേന്ദ്രങ്ങൾ. അതിർത്തി രക്ഷാസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സൊലാഹുദ്ദീനാണ് സ്ഥാപകൻ. CPM ആണ് ആദ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നത്. പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് പാർട്ടിയുടെ 2 ഏരിയ സമ്മേളനങ്ങളിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ ആരോപിച്ചു. ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ ഇതിന്റെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഉടിക്കലേക്കാണ് ഞങ്ങൾ എത്തിയത്. അതെ. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ് ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല, തുറസായ സ്ഥലത്ത്, പൊതു സ്ഥലത്ത്. MEC 7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് AP സംസ്ഥാന വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത പിടിച്ചുപറ്റുന്ന തരത്തിൽ ജനകീയമായ വിഷയങ്ങളും ജനകീയമായ പദ്ധതികളും മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുക. അതിനുശേഷമാണ് തങ്ങളുടെ മത അജണ്ട അതിലൂടെ നടപ്പാക്കുന്ന രീതി. ലീഗ് നേതാക്കളുടെ അഭിപ്രായം മറിച്ചാണ്. വിവാദം CPM അജണ്ടയെന്നാണ് ആരോപണം. ഞാൻ MEC 7 പങ്കെടുക്കുന്ന ആളാണ്. 3 മാസമായി ഞാൻ എന്റെ നാട്ടിൽ MEC 7 സ്ഥിരമായി പോകാറുണ്ട്. താല്പര്യം പോയാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. സമസ്ത ഈ MEC 7-എതിരെ ഒന്നും ഇതുവരെ പറഞ്ഞതായി ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് വിവാദമാക്കുന്നതിന് പിന്നിൽ CPM-ന്റെ ഒളി അജണ്ടയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരും MEC 7 ഭാഗമാണെന്നാണ് MEC 7 സംഘാടകരുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, News 18.